നമസ്കാരം. ഹമാസുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ. US അടക്കമുള്ള ഇസ്രായേൽ സഖ്യകക്ഷികളും വംശഹത്യയിൽ പങ്കാളികളാണെന്നും ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. മാരക ആക്രമണങ്ങൾ നടത്തിയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവയുടെ വിതരണം തടസ്സപ്പെടുത്തിയും ഫലസ്തീനികളെ മനഃപൂർവ്വം തകർക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇത് വംശഹത്യയാണ്, ഉടൻ അവസാനിപ്പിക്കണമെന്നും ആംനസ്റ്റി സെക്രട്ടറി ജനറൽ ആഗ്നസ് കലമാൻ പറഞ്ഞു. ഇസ്രായേൽ നടത്തുന്ന നിഷ്ഠൂരമായ ആക്രമണങ്ങളെ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തെ ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കാനാവില്ല. ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുന്ന US അടക്കമുള്ള രാജ്യങ്ങൾ വംശഹത്യയിൽ പങ്കാളികളാണെന്നും ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഗസക്കാരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച വിവരങ്ങളും ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളും അടക്കം ഇസ്രായേൽ വരുത്തിവെച്ച നാശനഷ്ടങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും റിപ്പോർട്ട് തയ്യാറാക്കാനായി വിലയിരുത്തിയിട്ടുണ്ട്. ഗസയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 40,000-ലേറെ പേരെ കൂട്ടക്കൊല നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്ത യുദ്ധക്കുറ്റം ചെയ്യുന്നതിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ICC പ്രീ ട്രയൽ ചേംബറിലെ 3 ജഡ്ജിമാർ ഏകകണ്ഠമായാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും ചുമത്തി ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ വിചാരണയ്ക്കിടയിലാണ് നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെയുള്ള നടപടി. നെതന്യാഹുവും ഗാലന്റും ചേർന്ന് ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നിഷേധിച്ചത് കടുത്ത മാനുഷിക പ്രതിസന്ധിക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണങ്ങളിലേക്കും നയിച്ചതായി കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകം, പീഡനം തുടങ്ങി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഇരുവരും ചേർന്ന് നടത്തിയതായും പട്ടണിക്കിടുന്നത് യുദ്ധരീതിയായി സ്വീകരിച്ചതിലൂടെ യുദ്ധക്കുറ്റം ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹമാസിനെതിരെ എന്ന പേരിൽ ഇസ്രായേൽ ഗാസയിൽ 14 മാസമായി നടത്തുന്ന കൂട്ട നശീകരണത്തിൽ 1,00,000-ഓളം സാധാരണക്കാരാണ് മരിച്ചു വീണത്. ലക്ഷക്കണക്കിന് ആളുകൾ പലായനത്തിന് വിധേയരായി. ഗാസയിലെ സകല ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബിട്ട് തകർത്തു. പ്രതികൾ മനഃപൂർവ്വം സാധാരണക്കാരെയും ആരോഗ്യ സ്ഥാപനങ്ങളിൽ ലക്ഷ്യമിട്ടതായും ഇത് വലിയ ദുരന്തത്തിന് ഇടയാക്കിയെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതി ഉത്തരവോടെ നെതന്യാഹുവും ഗാലന്റും അന്താരാഷ്ട്ര തലത്തിൽ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. നെതന്യാഹുവോ ഗാലന്റോ ICC അംഗത്വമുള്ള 120-ലധികം രാജ്യങ്ങളിൽ ഏതിലെങ്കിലും യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്കായി ഹേഗിലെ കോടതിയിൽ ഹാജരാകും. അതേസമയം വംശഹത്യ ആരോപണം ഇസ്രായേൽ തള്ളുകയും ചെയ്തു. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇസ്രായേലിന്റെ വിശദീകരണം. ഗാസയിലെ ജനങ്ങൾക്ക് തങ്ങളെതിരല്ല, ഹമാസിനെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. മതഭ്രാന്തുള്ള നിന്ദ്യമായ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. പൂർണ്ണമായും തെറ്റും നുണകളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് റിപ്പോർട്ടെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം നേരത്തെ ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് സകല ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമർ മാക്സിൻ ന്യൂട്രയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. ജനുവരി 20-ന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും. 2 ദിവസം മുമ്പ് ഹമാസ് ഭീകരർ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ധുക്കളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളിൽ അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ദിയായ ഏദൻ അലക്സാണ്ടർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. 420 ദിവസമായി ഹമാസിന്റെ തടവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ലബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് 60 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് അമേരിക്ക മുൻകൈയെടുത്തിരുന്നു. എന്നാൽ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ഗാസയിലെ ഇസ്രായേൽ ബന്ദികളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു, എന്നാൽ ആരും ഇവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഇനി കൈക്കൊണ്ടിട്ടില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു.